ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നോക്കൂ, ഒരു റിലേഷൻ ആരോ ഡയഗ്രാമിൽ തന്നിട്ടുണ്ട്. നോക്കാം നമുക്ക്. അപ്പം എ നിന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ്. 1ൻ്റെ ഇമേജാണ് 3, അതുപോലെ 1ൻ്റെ ഇമേജ് 4 ഉണ്ട്. 1ന് 2 ഇമേജുണ്ട്. ഇവിടെ 3യും 1ൻ്റെ ഇമേജാണ്, 4ഉം 1ൻ്റെ ഇമേജാണ്. അതുപോലെ 3യുടെ ഇമേജാണ് ഇത് 4. ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പം നോക്കൂ, ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയും. അതായത് ഈ എക്സ് എലിമെൻസിൻ്റെ സെറ്റിനെ ഡൊമെയിൻ എന്ന് വിളിക്കും. സെറ്റ് 1, 3 കേട്ടോ. സെറ്റ് ഓഫ് ഓൾ ദ എക്സ് എലിമെൻറ്റ്സ് ഓഫ് എ റിലേഷൻ ഈസ് നോൺ ആസ് ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ. അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ് എലിമെൻസിൻ്റെ സെറ്റ്. ഇവിടെ 1ഉം 3ഉം മാത്രമേ വന്നുള്ളൂ. 2ന് ഇവിടെ ഇമേജ് ഇല്ല, അപ്പോൾ 2 നമ്മൾ എടുത്തിട്ടില്ല. ഇതിനെയാണ് നമ്മൾ ഡൊമെയിൻ എന്ന് വിളിക്കുന്നത്. ഡൊമെയിൻ ഓഫ് ദ റിലേഷൻ എന്ന് വിളിക്കും. അതേപോലെ വൈ എലിമെൻസിൻ്റെ സെറ്റ് അല്ലെങ്കിൽ ഇമേജുകളുടെ സെറ്റിനെ റേഞ്ച് എന്ന് വിളിക്കും. ഇമേജുകളുടെ സെറ്റിനെ റേഞ്ച് ഇപ്പോൾ ഏതാ വരിക? റേഞ്ച് സെറ്റ് 3, 4 ഉണ്ടോ? സെറ്റ് 3ഉം 4ആണ് റേഞ്ചായിട്ട് വരുന്നത്. അപ്പോൾ റേഞ്ച് എന്ന് പറയുന്നത് ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ്. ഡൊമെയിൻ എന്ന് പറയുന്നത് എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ സബ്സെറ്റാണ് ഈ റിലേഷനിൽ കേട്ടോ. R1 എന്ന് പറഞ്ഞ റിലേഷനാണ്. ഈ R1 എന്ന് പറഞ്ഞ റിലേഷൻ്റെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ സെറ്റ് 1, 3, റേഞ്ച് എന്ന് പറഞ്ഞാൽ സെറ്റ് 3, 4. ഇപ്പോൾ ഡൊമെയിൻ റേഞ്ച് എന്താണെന്ന് മനസ്സിലായല്ലോ? ആ റിലേഷനിൽ വരുന്ന എക്സ് എലിമെൻസിൻ്റെ സെറ്റ്. ഇപ്പോൾ 1 ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി പേരാക്കി എഴുതുമ്പോൾ അങ്ങനെ വരും 1,3, 1,4, 3,4. അപ്പം 1ഉം 3ഉം ആണ് നമ്മുടെ ഡൊമെയിനിൽ വരുന്നത്. റേഞ്ചിൽ വരുന്നത് 3ഉം 4ഉം. വേറൊരു റിലേഷൻ നോക്കാം. എ എന്ന് പറഞ്ഞ സെറ്റിൻ്റെ ബി എന്ന് പറഞ്ഞ സെറ്റിൻ്റെ എ ബിയിലേക്കുള്ള റിലേഷൻ. എയിലെ എലിമെൻറ്റ്സ് 3, 5, 7. ബിയിലെ എലിമെൻറ്റ്സ് 2, 6, 9. ഇത്രയാണ്. 2, 6, 9, 10. 4 എലിമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് 3യുടെ ഇമേജാണ് അപ്പം 2. അതേപോലെ 5ൻ്റെ ഇമേജ് 6, 5ൻ്റെ ഇമേജ് 10. 5ന് 2 ഇമേജ് ഉണ്ട്. ഇവിടെ 6ഉം 10ഉം അങ്ങനെ 2 ഇമേജസ് വന്നിട്ടുണ്ട്. പിന്നെ 7ൻ്റെ ഇമേജ് 9. ഓക്കെ. ഇവിടെ ഇപ്പം ഡൊമെയിൻ ഏതായിരിക്കും വരിക? ഡൊമെയിൻ എന്നാൽ ഈ ഫസ്റ്റ് സെറ്റിലേക്ക് നോക്കിയാൽ മതി. എക്സ് എലിമെൻറ്റ്സ് കേട്ടോ. എക്സ് എലിമെൻറ്റ്സ് 3ഉം 5ഉം 7ഉം വന്നിട്ടുണ്ട് അല്ലേ? ഇത് R2 എന്ന് പറഞ്ഞ റിലേഷനാണ്. അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പം സെറ്റ് 3, 5, 7. റേഞ്ചിൽ ഇവിടെയുള്ള എല്ലാ എലിമെൻറ്റ്സും വന്നിട്ടുണ്ട്. 2, 6, 9, 10 കണ്ടോ. ഇവിടെ എല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ നേരത്തെ ഇവിടെ റേഞ്ചിൽ 5 ഇല്ല, അതുപോലെ ഡൊമെയിനിൽ 2 ഇല്ല. പക്ഷേ ഇവിടെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എ എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ്. റേഞ്ച് എന്നാൽ ബി എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ്. അങ്ങനെ ആവാം കേട്ടോ. ഇവിടെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എയിലെ എല്ലാ എലിമെൻറ്റ്സും വന്നിട്ട് റേഞ്ച് എന്ന് ബിയിലെ എല്ലാ എലിമെൻറ്റ്സും. എന്തായാലും ശരി, ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എക്സ് എലിമെൻസിൻ്റെ സെറ്റ്. ഓരോ ഓർഡറുടെ പേരിലും ഫസ്റ്റ് എലിമെൻസിൻ്റെ സെറ്റ്. റേഞ്ച് എന്ന് പറഞ്ഞാലോ ആ റിലേഷനിലെ ഓരോ ഓർഡറുടെ പേരിലും സെക്കൻഡ് എലിമെൻറ്റ്സ്, അതായത് വൈ കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ വൈ എലിമെൻസിൻ്റെ സെറ്റ്. അതിനെ നമ്മൾ റേഞ്ച് എന്ന് വിളിക്കും. ഈ ബി എന്ന് പറഞ്ഞ മൊത്തം സെറ്റിനെ കോഡൊമെയിൻ എന്ന് വിളിക്കുക. അതും ശ്രദ്ധിക്കണേ. നേരത്തെ ബീനെ കോഡൊമെയിൻ എന്ന് വിളിക്കും. ബി എന്ന് പറഞ്ഞ സെറ്റിനെ കോഡൊമെയിൻ എന്ന് വിളിക്കും. ഇവിടെ അതുപോലെ ബി എന്ന് പറഞ്ഞ ഫുൾ സെറ്റിനെ നമ്മൾ കോഡൊമെയിൻ എന്ന് വിളിക്കും. ഓക്കെ. ഇവിടെ കോഡൊമെയിൻ റേഞ്ച് സെയിം ആണ്. വേറൊരു റിലേഷൻ നോക്കാം നമുക്ക്. എ എന്ന് പറഞ്ഞ സെറ്റിൽ 1, 3, 6, 8 ഇങ്ങനെ 4 എലിമെൻറ്റ്സ് ഉണ്ട്. ബി എന്ന് പറഞ്ഞ സെറ്റിൽ 2, 4, 5 ഇങ്ങനെ 3 എലിമെൻറ്റ്സ്. 1ൻ്റെ ഇമേജ് 2, 3യുടെ ഇമേജ് 4, 6ൻ്റെ ഇമേജ് 5 കേട്ടോ. അത്രയാണ്. 8ന് ഇവിടെ ഇമേജ് ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് 1, 3, 6 സെറ്റ് 1, 3, 6 ആണ്. ഇത്രയേ ഉള്ളൂ വിചാരിക്കും റിലേഷൻ. അപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പം അതിൽ 1, 3, 6 പിന്നെ റേഞ്ചിലോ 2, 4, 5 എന്ന് ബിയിലേക്കുള്ള ഒരു റിലേഷനാണ് R3. ഓക്കെ. ഇനി വേറൊരു റിലേഷൻ നോക്കാം. അപ്പോൾ ഡൊമെയിൻ റേഞ്ച് മനസ്സിലായല്ലോ റിലേഷൻ്റെ. നെക്സ്റ്റ് വേറെ റിലേഷൻ നോക്കാം. എ എന്ന് പറഞ്ഞൊരു സെറ്റ്, ബി എന്ന് പറഞ്ഞൊരു സെറ്റ്. എയിലെ എലിമെൻറ്റ്സ് 2, 4, 6, 8. ബിയിലെ എലിമെൻറ്റ്സ് 3, 5, 7, 9. എ എന്ന് ബിയിലേക്കുള്ളൊരു റിലേഷനാണ് എഴുതാൻ പോകുന്നത്. അതിന് R4 എന്ന് വിളിക്കാം. 2ൻ്റെ ഇമേജ് 5, 4ൻ്റെ ഇമേജ് 7, 6ൻ്റെ ഇമേജ് 8 അല്ല 6ൻ്റെ ഇമേജ് 3, 8ൻ്റെ ഇമേജ് 7 ഇങ്ങനെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ നോക്കൂ, ഈ ഒരു റിലേഷൻ R4 എന്ന് പറഞ്ഞ ഫോർത്ത് റിലേഷൻ മറ്റ് 3 റിലേഷനിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. എന്താ അറിയോ? 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിക്കുക. എ എന്ന സെറ്റിലെ എല്ലാ എലിമെൻസിനും ഒരു ഇമേജ് ഉണ്ട്. എ എന്ന സെറ്റിലെ എല്ലാ എലിമെൻസിനും
ഒരു ഇമേജിൻ്റെ ഒന്നേ ഉള്ളൂ, ഒന്നിൽ കൂടുതൽ ഇമേജ് ഇല്ല. എയിലുള്ള എല്ലാ എലിമെൻസിനും ഒരേ ഒരു ഇമേജ് ഉണ്ടോ. എവരി എലിമെൻറ്റ് ഇൻ എ ഹാസ് എ യുണീക്ക് ഇമേജ് ഇൻ ബി. അങ്ങനെയുള്ള ഒരു റിലേഷൻ ആണ് ഈ ഫോർത്ത് റിലേഷൻ, നാലാമത്തെ രീതിയിലുള്ള റിലേഷൻ. ഫസ്റ്റ് റിലേഷൻ ആണെങ്കിൽ നോക്കൂ, എയിൽ എല്ലാ എലിമെൻസിനും ഇമേജ് ഉണ്ടോ? ഇല്ല. 2ന് ഇവിടെ ഇമേജ് ഇല്ല. മാത്രമല്ല 1ന് 2 ഇമേജ് വന്നുപോയി. 1ൻ്റെ ഇമേജ് 3ഉം 1ൻ്റെ ഇമേജ് 4ഉം. സെക്കൻഡ് സെറ്റ് ആണെങ്കിൽ എയിൽ എല്ലാ എലിമെൻസിനും ഇമേജ് ഉണ്ട്, പക്ഷേ 5ന് 2 ഇമേജ് വന്നു. 5ൻ്റെ ഇമേജ് 6ഉം വരുന്നു, 10ഉം വരുന്നു കേട്ടോ. തേർഡ് റിലേഷൻ ആണെങ്കിൽ ഇവിടെ നോക്കൂ, ഇവിടെ എ എന്ന സെറ്റിലെ എല്ലാ എലിമെൻസിനും ഇമേജ് ഇല്ല. 8ന് ഇമേജ് ഇല്ല. ഇവിടെ ബാക്കിയുള്ള എല്ലാ എലിമെൻസും ഓരോ ഇമേജ് ഉള്ളൂ, പക്ഷേ 8നൂടെ ഇമേജ് ഇല്ല. അങ്ങനെ വന്നു. അതേസമയം ഫോർത്ത് റിലേഷനിൽ എ എന്ന സെറ്റിലെ എല്ലാ എലിമെൻസിനും ഒരു ഇമേജ് ഉണ്ട്, ഒരേ ഒരു ഇമേജ് ഉള്ളൂ കേട്ടോ. 2ൻ്റെ ഇമേജ് ആണ് 5, 4ൻ്റെ ഇമേജ് 7, 6ൻ്റെ ഇമേജ് 3, 8ൻ്റെ ഇമേജും 7. അങ്ങനെ 2 എലിമെൻസിന് ഒരു ഇമേജ് വരാം കേട്ടോ. അത് ശ്രദ്ധിക്കുക, 2 എലിമെൻസിന് സെയിം ഇമേജ് വരാം, പക്ഷെ ഒരു എലിമെൻറ്റിന് 2 ഇമേജസ് ആയിട്ട് വരുന്നില്ല. ഇങ്ങനെ ഈ പ്രത്യേകതയുള്ള റിലേഷനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫംഗ്ഷനും കൂടിയാണ്. ഈ റിലേഷൻ ഒരു ഫംഗ്ഷനും കൂടിയാണ്. മറ്റ് റിലേഷൻസ് വെറും റിലേഷൻസ് മാത്രമാണ്. നേരത്തെ മുകളിൽ ഇത് 3 റിലേഷൻസ് മാത്രമാണ്, ഫങ്ഷൻസ് അല്ല. പക്ഷേ ഈ ഒരു റിലേഷൻ ഫംഗ്ഷനും കൂടിയാണ്. ഈ റിലേഷൻ നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കും. എ ഫംഗ്ഷൻ ഫ്രം എ ടു ബി. അപ്പോൾ ഒരു റിലേഷനാണ് ഫംഗ്ഷൻ ആവുന്നത്. എന്നാൽ എല്ലാ റിലേഷനും ഫംഗ്ഷൻ ആണോ? അല്ല. ഏത് തരം റിലേഷനാണ് ഫംഗ്ഷൻ ആവുന്നത്? ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലിമെൻസിനും സെക്കൻഡ് സെറ്റിൽ ഒരേ ഒരു ഇമേജ് വേണം, ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവാനും പാടില്ല. യുണീക്ക് ഇമേജ് ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഡൊമൈൻ എന്ന് പറയുമ്പം സെറ്റ് 2, 4, 6, 8 തന്നെ, അതായത് എ എന്ന് പറഞ്ഞ സെറ്റ് തന്നെയാണ് അല്ലേ. ഡൊമൈൻ ഫസ്റ്റ് സെറ്റിന് സെയിം ആയിട്ട് വരണം. ഒന്നാമത്തെ കണ്ടീഷൻ അതാണ്. ഡൊമൈൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ്റെ ഡൊമൈനാണ്. ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ അത് ഫസ്റ്റ് സെറ്റിൻ്റെ ആയിരിക്കും. റേഞ്ച് എന്ന് പറയുന്നതോ റേഞ്ച് പക്ഷേ സെക്കൻഡ് സെറ്റ്, അത് സെക്കൻഡ് സെറ്റിനെ നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കുക. ഈ ബി എന്ന സെറ്റിനെ കോഡൊമൈൻ എന്ന് വിളിക്കും. പക്ഷെ അതിൻ്റെ ഒരു സബ്സെറ്റ് ആയാൽ മതി. സബ്സെറ്റ് ആവണമെന്നേ ഉള്ളൂ, ബി എന്നും ആവണമെന്നില്ല. പക്ഷേ ഫംഗ്ഷൻ്റെ ഡൊമൈൻ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് സെറ്റ് കംപ്ലീറ്റ് വേണം. കാരണം എന്താ, ഫസ്റ്റ് സെറ്റിൽ എല്ലാ എലിമെൻസിനും ഇവിടെ ഇമേജ് വേണം. ഏതെങ്കിലും ഒരു എലിമെൻറ്റിന് ഇമേജ് ഇല്ലെങ്കിൽ അത് ഫംഗ്ഷൻ അല്ല, ഒരു റിലേഷൻ മാത്രമേ ആവുള്ളൂ. അപ്പോൾ ഒരു റിലേഷൻ ഫംഗ്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ അതിലെ എല്ലാ എലിമെൻസിനും സെക്കൻഡ് സെറ്റിൽ, രണ്ടാമത്തെ സെറ്റിൽ ഒരേ ഒരു ഇമേജ്, യുണീക്ക് ഇമേജ് ഉണ്ടായിരിക്കണം. അതാണ് ഫംഗ്ഷൻ. നമുക്ക് നമ്മുടെ ഇപ്പോൾ ഡൊമൈൻ ഇസിക്കൽ ഇവിടെ എ തന്നെയാണ്. അപ്പോൾ ഇനി ഫംഗ്ഷനെ ഒന്ന് ഡിഫൈൻ ചെയ്യാൻ പോകണേ. എന്താണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ, ഡെഫിനിഷൻ: എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ to a set capital B is said to be a function if every element of A has a unique image in B. ഇതാണ് ഡെഫിനേഷൻ. ശരിക്കും പഠിക്കുന്നത്, ബിഹാർഡ് ആകണം. അപ്പോൾ ഒരു റിലേഷനാണ് നമ്മൾ ഫംഗ്ഷൻ ആവുന്നത്. പക്ഷെ എല്ലാ റിലേഷനും ഫംഗ്ഷൻ അല്ല. സാധാരണ ഫംഗ്ഷൻ നമ്മൾ എഫ്, ജി, എച്ച് ഇങ്ങനെ സ്മോൾ ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യും. അപ്പോൾ എ റിലേഷൻ എഫ് ഫ്രം എ സെറ്റ് ക്യാപിറ്റൽ എ ടു എ സെറ്റ് ക്യാപിറ്റൽ ബി is said to be a function if every element of the set capital A has a unique image in B. കേട്ടോ, എല്ലാ എലിമെൻസിനും ഒരേ ഒരു ഇമേജ്, ബിയിലെ ഒരേ ഒരു ഇമേജ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള റിലേഷനാണ് നമ്മൾ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ സെക്ഷനിൽ ഫസ്റ്റ് നമ്മൾ വരുന്ന ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, റിലേഷൻ നിങ്ങൾക്ക് തരും, എന്നിട്ട് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ പറയും. റിലേഷൻ തന്നിട്ട് ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഫസ്റ്റ് സെറ്റിലെ ഒരു സെറ്റിൽ നിന്ന് വേറെ സെറ്റിലേക്കാണല്ലോ റിലേഷനും ഫംഗ്ഷനൊക്കെ നമ്മൾ പറയുന്നത്. ഒരു സെറ്റിൽ നിന്ന് രണ്ടാമത്തെ സെറ്റിലേക്കാണ്. അപ്പോൾ ആദ്യത്തെ സെറ്റിലെ എല്ലാ എലിമെൻസിനും ഇമേജ് ഉണ്ടോ നോക്കുക. പിന്നെ അത് ഒരേ ഒരു ഇമേജ് മാത്രമേ ഉണ്ടാവാനുള്ളൂ. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ അല്ല. ആ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്താൽ മതി. ആ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ആണെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻ ഫംഗ്ഷൻ ആണ്. നോക്കും, ഇവിടെ ഡൊമൈൻ ഇസിക്കൽ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ഇസ് എ എന്നിരിക്കും, ക്യാപിറ്റൽ എ, ഫസ്റ്റ് സെറ്റ് എന്നിരിക്കില്ല. ഒരു എക്സാമ്പിൾ നോക്കാം. എ റിലേഷൻ എഫ് ഫ്രം ആർ ടു ആർ, അതായത് ആർ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. രണ്ടും ആർ തന്നെയാണ് ഇവിടെ. ഫസ്റ്റ് ഫംഗ്ഷനും ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും, രണ്ട് സെറ്റും എക്കും ബിക്കും വരുന്നതാണ് നമ്മളെടുത്തത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ്. വൈ ഈക്വൽ എ സ്ക്വയർ, വൈ ഈക്വൽ എ സ്ക്വയർ ഇസ് എ ഫംഗ്ഷൻ. അതൊരു ഫംഗ്ഷൻ ആയിരിക്കും. ബിക്കോസ് എവരി റിയൽ നമ്പർ ഹാസ് എ വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് സ്ക്വയർ അല്ലേ. എല്ലാ റിയൽ നമ്പേഴ്സിനും സ്ക്വയർ ഉണ്ടല്ലോ, എല്ലാ റിയൽ നമ്പേഴ്സിനും സ്ക്വയർ ഉണ്ട്. പിന്നെ ഒരേ ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ ഇനി അല്ല. ഏത് റിയൽ നമ്പർ വേണം എടുത്തോളൂ. ഇപ്പം -1 എടുത്താൽ -1ന്റെ സ്ക്വയർ 1, 2 എടുത്താൽ 2ന്റെ സ്ക്വയർ 4, 0.5 ആണെങ്കിൽ 0.5ന്റെ സ്ക്വയർ ഉണ്ട്. എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ ചെയ്യാമല്ലോ. ഒരു റിയൽ നമ്പറിന് അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ അതിൻ്റെ സ്ക്വയർ കിട്ടി.
ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിന് അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ സ്ക്വയർ കിട്ടി. അത് ഒരേ ഒരു നമ്പറേ വരുള്ളൂ, വേറെ നമ്പർ വരില്ല. ഇപ്പം 0.2 എടുത്ത് വിചാരിച്ചു, 0.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 0.04 കിട്ടും. 0.04 മാത്രമേ വരുന്നുള്ളൂ, വേറൊരു നമ്പറിലേക്ക് പോവില്ലല്ലോ. ഒരു നമ്പറിന് ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ. ഏതൊരു റിയൽ നമ്പറിനും ഒരു സ്ക്വയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇതെന്താണ്? ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതായത് എവരി റിയൽ നമ്പർ ഹാസ് എ 1 and only 1 square. So it is a function. അതൊരു എക്സാമ്പിൾ ആണ്. രണ്ടാമത് വേറെ എക്സാമ്പിൾ, a relation G in R cos R defined as y is less than x is not a function. ഇത് ഫംഗ്ഷൻ അല്ല എന്ന് കാണിക്കുന്നതിന് എക്സാമ്പിൾ ആണ്. ഫംഗ്ഷൻ ശരിക്കും മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് ഫംഗ്ഷൻ അല്ലാത്തതിനൊരു എക്സാമ്പിൾ നോക്കാം. y ലെസ് ദാൻ എക്സ് എന്നുള്ള ഒരു റിലേഷൻ എടുത്തു കഴിഞ്ഞാൽ അത് ഫംഗ്ഷൻ ആണോ? അല്ലല്ലോ. ബിക്കോസ് ദർ ആർ മോർ ദാൻ 1 images for an element. That is here image is not unique. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവും. ഇപ്പോൾ ഏതൊരു റിയൽ നമ്പർ എടുത്താലും എക്സ് എന്ന റിയൽ നമ്പർ എടുക്കാം, x2 ആണ് എടുത്ത് വിളിച്ചോളൂ. 2നേക്കാളും ചെറുതായിട്ടുള്ള നമ്പേഴ്സ് ഒന്ന് മാത്രമേ ഉള്ളൂ? അല്ലല്ലോ, അനവധി നമ്പേഴ്സ് ഉണ്ട് അല്ലേ? എത്ര ഇൻഫിനിറ്റ് നമ്പർ ഓഫ് നമ്പേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ എക്സിന് 2 എന്ന് കൊടുക്കുകയാണെങ്കിൽ 2ന്റെ താഴെയാണ് എത്ര? പിന്നെ 1.9, 1.8, 1 അതൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ പറ്റും. -1, 0, 2 ഇതൊക്കെ എന്താണ്? ഈ ടൂവിനേക്കാൾ ചെറിയ നമ്പേഴ്സാണ്. ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിൻ്റെ താഴെ അതിനേക്കാൾ ചെറുതായിട്ട് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ടാവും. സോ ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ റിലേഷൻസ് ഒന്നും എന്തായിരിക്കില്ല? ഒരു ഫംഗ്ഷൻ ആയിരിക്കില്ല കേട്ടോ. സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ ഒരു പ്രത്യേക സെറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചിലപ്പം ഫംഗ്ഷൻ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു ജനറൽ സെറ്റ് അല്ലെങ്കിൽ ഒരു എന്താണ് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എടുക്കുകയാണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു അങ്ങനെയുള്ള പിന്നെ റിലേഷൻസ് ഒന്നും ഫംഗ്ഷൻ ആയിരിക്കില്ല. കാരണം ഏതൊരു റിയൽ നമ്പർ എടുത്താൽ അതിനേക്കാൾ ചെറിയ റിയൽ നമ്പേഴ്സ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഉണ്ട്. അതുപോലെ അതിനേക്കാൾ വലിയ റിയൽ നമ്പേഴ്സും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റിയൽ നമ്പേഴ്സ് ഉണ്ട്. അതാണ് റിയൽ നമ്പേഴ്സിന്റെ പ്രത്യേകത. മനസ്സിലായില്ല? അപ്പോൾ അവിടെ നമുക്ക് ഒരു എലിമെന്റിന് ഒരു ഇമേജ് മാത്രമേ വരാൻ പാടുള്ളൂ. ഇവിടെ ഒന്നിൽ കൂടുതൽ ഇമേജ് വരുമ്പോൾ അത് ഫംഗ്ഷൻ ആയിരിക്കില്ല. മനസ്സിലായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ 2 or 3 എടുക്കുകയാണെങ്കിൽ 3ക്ക് 3-2 എന്നുള്ളൊരു ഓർഡർ പേര് വരും, 3-1 എന്നുള്ള ഓർഡർ പേര് വരും. അങ്ങനെ ഇഷ്ടംപോലെ ഓർഡർ വരും. 3ക്ക് ഒരുപാട് ഇമേജസ് വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതായത് ഒന്നിൽ കൂടുതൽ ഇമേജ് വരാൻ പാടില്ല. മോർ ദാൻ 1 ഇമേജ് വന്നാൽ അത് ഫംഗ്ഷൻ അല്ല, അതൊരു റിലേഷൻ മാത്രമാകും. അപ്പോൾ ഇത് ഫംഗ്ഷൻ അല്ലാത്തതിനൊരു എക്സാമ്പിൾ ആണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ചെക്ക് വെദർ ദ ഫോളോയിങ് റിലേഷൻസ് ആർ ഫംഗ്ഷൻ ഓർ നോട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഈ സെക്ഷനിൽ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു റിലേഷൻ തന്നിട്ട് ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ആ റിലേഷൻ പല രീതിയിൽ തരാം. അതായത് ഒന്നെങ്കിൽ റോസ്റ്റർ മെത്തേഡിൽ തരും, അല്ലെങ്കിൽ സെറ്റ് ബിൽഡർ ഫോം തരും, അല്ലെങ്കിൽ ആരോ ഡയഗ്രാം തരും, അല്ലെങ്കിൽ ഗ്രാഫ് വരച്ച് തരും. ഏത് രീതിയിൽ തന്നാലും അത് ഫംഗ്ഷൻ ആണോ അല്ലത് ചെക്ക് ചെയ്യേണ്ട പിന്നെ മെത്തേഡ്സാണ് നമ്മൾ ഇനി ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ക്യാപിറ്റൽ A is equal to -1, 3, 5, 7 and B is equal to 2, 3, 4, 5 and a relation from A to B R1 is equal to നോഡേഡ് പേഴ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. അതായത് റോസ്റ്റർ മെത്തേഡിൽ -1, 3, -1ന്റെ ഇമേജ് 3, അതേപോലെ 3യുടെ ഇമേജ് 4, 5ന്റെ ഇമേജ് 5 തന്നെ കേട്ടോ. ഇങ്ങനെ റിലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണോ നോക്കി നോക്കൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? R1 is not a function. കാരണം എന്താ? 7 ഇവിടെ ഇമേജ് ഇല്ല. എല്ലാ എലിമെന്റ്സിനും ഇമേജ് വേണ്ടേ? 7 ഇവിടെ ഇമേജ് ഇല്ല. 7 has no image in B or domain is not equal to A. ഇങ്ങനെ ഈ രണ്ട് കാരണം എഴുതിയിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സാമിന് ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ മാത്രം എഴുതിയാൽ പോരാ, അതിൻ്റെ റീസണും കൂടെ എഴുതിക്കണം, കാരണം കൂടെ എഴുതിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെറ്റിൽ ചെക്ക് ചെയ്യുക എല്ലാ എലിമെന്റ്സിനും ഇവിടെ ഇമേജ് ഉണ്ടോ നോക്കുക. അല്ല ഫംഗ്ഷൻ അല്ല എന്ന് കാണിക്കാൻ ഒരൊറ്റ എക്സാമ്പിൾ മതി കേട്ടോ. ഫംഗ്ഷൻ അല്ല എന്ന് പറയാൻ പിന്നെ ഒരു എക്സാമ്പിൾ എടുത്താൽ മതി. ഇവിടെ ഏതാണ് എക്സാമ്പിൾ? അതായത് 7 ഇവിടെ ഇമേജ് ഇല്ല. 7 ഹാസ് നോ, ഒറ്റ റീസൺ എഴുതാൽ മതി. 7 ഹാസ് നോ ഇമേജ് ഇൻ ബി എന്ന് എഴുതുക, അല്ലെങ്കിൽ ഡൊമൈൻ ഇസ് നോട്ട് ഈക്വൽ ടു എ എന്ന് എഴുതുക. ഈ രണ്ട് കാരണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതി കഴിഞ്ഞാൽ മതി. മനസ്സിലായോ? ഇറ്റ്സ് നോട്ട് എ ഫംഗ്ഷൻ, ഇത് ഫംഗ്ഷൻ അല്ല. ക്ലിയർ? 7 കൂടെ ഇമേജ് വേണം, എന്നാലേ ഇത് ഫംഗ്ഷൻ ആകും അല്ലേ? ഇനി വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് ക്യാപിറ്റൽ A is equal to സെറ്റ് -1, -3, 3 and B is equal to set -1, -3, 4, 5 a relation in A cross B. കാരണം ക്വസ്റ്റ്യൻ നമുക്ക് പല രീതിയിൽ തരും, എല്ലാം ഒരേ സംഭവം തന്നെയാണ്. നേരത്തെ നമുക്ക് എങ്ങനെ തന്നിരുന്നത്? എ റിലേഷൻ ഫ്രം A to B എന്നൊക്കെ പറഞ്ഞു. A to B ഇവിടെ നോക്കൂ, എന്താണ് റിലേഷൻ ഇൻ A cross B. A cross B കാരണം A cross Bയുടെ സബ്സെറ്റുകളാണല്ലോ A എന്ന് ബിയിലേക്കുള്ള റിലേഷനൊക്കെ. A cross B എന്നാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം A എന്ന് ബിയിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് എലിമെന്റ്സ് അല്ലെങ്കിൽ എക്സ് എലിമെന്റ്സ് ഒക്കെ A എന്നാണ് വരുന്നത്, സെക്കൻഡ് എലിമെന്റ്സ് ഒക്കെ അല്ലെങ്കിൽ Y എലിമെന്റ്സ് ഒക്കെ B എന്നാണ് വരുന്നത്, ഒക്കെ മനസ്സിലാക്കണം.
ഇവിടെയും നമുക്ക് സെറ്റ് ബിൽഡർ അല്ല റോസ്റ്റർ മെത്തേഡിലാണ് തന്നിരിക്കുന്നത്. -1 5 പിന്നെ -3 -3 3 5 കണ്ടോ. ഈ 3യുടെ ഇമേജ് ഇവിടുത്തെ 5. ഇവിടെ ഇത് ഈ -3 ഈ ഫസ്റ്റത്തെ -3 എ എന്ന സെറ്റിലെ -3 ആണ്. രണ്ടാമത്തെ ഈ -3 ബി എന്ന സെറ്റിലെ -3 കേട്ടോ. -3യുടെ ഇമേജ് -3 തന്നെ. അതേപോലെ -1 4 ഇത് ഫംഗ്ഷൻ ആണോ നോക്കി നോക്കൂ. ഇവിടെ ഇപ്പം എ എന്ന സെറ്റിൽ എല്ലാ എലിമെന്റ്സിനും ഇമേജ് ഉണ്ട്. പക്ഷെ -1ന് 2 ഇമേജ് വന്നുപോയി. -1ന്റെ ഇമേജ് -5ഉം ഉണ്ടോ. -1ന്റെ ഇമേജ് ഇവിടെ മൈനസ് ഇല്ല കേട്ടോ, സോറി. ഇവിടെ വെറും 5 ഉള്ളൂ. കോമയിൽ ഇപ്പുറത്ത് ഇവിടെ 5 അല്ലേ ഉള്ളൂ, -5 ഇല്ല. അപ്പം ഇതില്ല വിചാരിക്കുകയാണ്. -1ന്റെ ഇമേജ് 5ഉം വന്നു, -1ന്റെ ഇമേജ് 4ഉം വന്നു. ഇങ്ങനെ വന്നാലും എന്തല്ല, ഫംഗ്ഷൻ അല്ല. ഒരേ ഒരു ഇമേജ് വരാൻ പാടുള്ളൂ. ഒരു എലിമെന്റിന് ഒരു ഇമേജ്, യുണീക്ക് ആയിരിക്കണം. ഇമേജ് ഇല്ല, ഒന്നുണ്ടാവണം, ഒന്നേ ഉണ്ടാവാനും പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള റിലേഷനാണ് ഫംഗ്ഷൻ ആവുന്നത്. അപ്പോൾ ഈ റിലേഷൻ എന്തല്ല, ഒരു ഫംഗ്ഷൻ അല്ല. സോ R2 ഈസ് നോട്ട് എ ഫംഗ്ഷൻ സിൻസ് -1 ഹാവ് 2 ഇമേജസ്. ഇങ്ങനെ കാരണം എഴുതിയാൽ മതി. റീസൺ എഴുതുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ എഴുതാം, സിൻസ് -1 ഹാസ് 2 ഇമേജസ്, 2 ഇമേജസ് വന്നു പോയി, അതുകൊണ്ട് ഇതൊരു ഫംഗ്ഷൻ അല്ല. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് പറയുമ്പോൾ ജസ്റ്റിഫിക്കേഷൻ അല്ലെങ്കിൽ ആ റീസൺ ഇങ്ങനെയാണ് എഴുതേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് ഇത് റിലേഷൻ ഫംഗ്ഷൻ അല്ല എന്നുള്ളത് പറയുന്നത് നമ്മൾ വ്യക്തമാക്കണം. അപ്പോൾ ഇവിടെ -1 2 ഇമേജ് വന്നു, -1ന്റെ ഇമേജ് 5ഉം വന്നു, 4ഉം വന്നു. സോ ഇറ്റ് ഈസ് നോട്ട് എ ഫംഗ്ഷൻ. ക്ലിയർ? അടുത്ത വേറെ ക്വസ്റ്റ്യൻ നോക്കാം. എ റിലേഷൻ നോക്കൂ, ഇവിടെ സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത്. എ റിലേഷൻ ഓൺ സെറ്റ് ക്രോസ് സെറ്റ്. സെറ്റ് ക്രോസ് സെറ്റ് തന്നെ എന്താ, സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ആണ്. ഇവിടെ ഫസ്റ്റ് സെറ്റും സെക്കൻഡ് സെറ്റും സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് ഡിഫൈൻഡ് ആസ് x, y, xy ബിലോങ്സ് ടു സെറ്റ് ക്രോസ് സെറ്റ് y ഗ്രേറ്റർ ദാൻ x. y ഗ്രേറ്റർ ദാൻ x എന്നാണ് റിലേഷൻ. ഇത് ഫംഗ്ഷൻ ആവോ? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഗ്രേറ്റർ ദാൻ ലെസ് ദാൻ ഫംഗ്ഷൻസ് റിലേഷൻസ് ഒന്നും എന്തായിരിക്കില്ല, ഫംഗ്ഷൻ ആയിരിക്കില്ല അല്ലേ. ഇവിടെ നമുക്ക് ഒരു ഇൻറ്റീജർ എടുക്കുക, എക്സ് ഒരു ഇൻറ്റീജർ എടുക്കുക. എക്സ് ഏതൊരു ഇൻറ്റീജർ എടുത്തുള്ളൂ, 5 എടുക്കുകയാണെങ്കിൽ 5നേക്കാൾ വലിയ നമ്പേഴ്സ് ഇഷ്ടം പോലെ ഇല്ലേ, 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, ഒക്കെ ഉണ്ട് അല്ലേ. ഏതെങ്കിലും അപ്പോൾ നമ്മൾ റീസൺ പറയുമ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഏതെങ്കിലും ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഇത് ഫംഗ്ഷൻ അല്ല എന്ന് പറയാം. അപ്പോൾ റിലേഷൻ ഫംഗ്ഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫംഗ്ഷൻ അല്ല എന്ന് പറയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാരണം അവിടെ എഴുതിയിരിക്കണം. ഒരു എക്സാമ്പിൾ, ഏതെങ്കിലും ഒരു എക്സാമ്പിൾ. അതായത് ഇപ്പം നമുക്ക് വെൻ x = 4, x 4 ആകുമ്പം ഇംപ്ലൈസ് y = 5 വരാം, 6 വരാം, 7 വരാം, ഇഷ്ടം പോലെ വരാം അല്ലേ. 4നേക്കാൾ വലിയ നമ്പേഴ്സ് ഇല്ല ഇതൊക്കെ. y ഗ്രേറ്റർ ദാൻ x എന്നാണ്. അപ്പോൾ രണ്ടാമത്തെ നമ്പേഴ്സ് ആദ്യത്തെ നമ്പേഴ്സിനെക്കാളും വലുതായിട്ട് വരുന്ന ഒരുപാടെണ്ണം ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇമേജസ് വരാൻ പാടില്ല. ഇപ്പോൾ 5ഉം 6ഉം 7ഉം 8ഉം ഒക്കെ തന്നെ 4ന്റെ ഇമേജസ് ആണ്. അപ്പോൾ ഇമേജ് ഇസ് നോട്ട് യുണീക്ക്. ഇമേജ് യുണീക്ക് അല്ല. ഫോർ ദിസ് റിലേഷൻ ഇസ് നോട്ട് എ ഫംഗ്ഷൻ. റിലേഷൻ ഫംഗ്ഷൻ അല്ല എന്ന് പറയും. മനസ്സിലായല്ലോ? വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ റിലേഷൻ എഫ് ഫ്രം n to n. n to n കാരണം പല രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കൂ, എ റിലേഷൻ ഓൺ നേരത്തെ എ റിലേഷൻ ഓൺ സെറ്റ് ക്രോസ് സെറ്റ് എന്നാവുന്നത്. ഇവിടെ n ക്രോസ് എന്ന് പറയുന്നതിന് പകരം n to n എന്ന് പറയുന്നത് സെയിം തന്നെയാണ്. പല രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ആ ഡിഫറെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. n നിന്ന് n-ലേക്കുള്ള ഒരു റിലേഷൻ അതിനെ f കൊണ്ട് ഡിനോട്ട് ചെയ്തു. ഡിഫൈൻഡ് ആസ്, എന്നിട്ട് സെറ്റ് ബിൽഡർ ഫോം തന്നിരിക്കുന്നു. x, y, xy ബിലോങ്സ് ടു n. xy is an element of x ഉം y ഉം n-ലെ എലിമെന്റ്, അതായത് നാച്ചുറൽ നമ്പേഴ്സ്. ക്യാപിറ്റൽ എന്ന് എന്താ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ്. y = 3s + 2 റിലേഷൻ തന്നിട്ടുണ്ട്. എന്ത് എക്സിനെ എന്ത് ചെയ്തിട്ടാണ് y കിട്ടുന്നത്, എക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 ആഡ് ചെയ്തായിരിക്കണം എന്ത് y എലിമെന്റ്, സെക്കൻഡ് എലിമെന്റ്. അപ്പോൾ ഒരു ഓൾറെഡി പേർ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഫസ്റ്റ് നമ്പറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആഡ് ചെയ്താൽ സെക്കൻഡ് നമ്പർ കിട്ടും. ആ രൂപത്തിലുള്ള ഓൾറെഡി പേഴ്സ് റിലേഷൻ ഫംഗ്ഷൻ ആണോ? ആയിരിക്കില്ലേ? നോക്കൂ, എല്ലാ ഇപ്പോൾ എക്സും വൈ ഒക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഏതൊരു റിയൽ നമ്പറിനെ നമുക്ക് ഏതൊരു നാച്ചുറൽ നമ്പറിനെ നമുക്ക് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആഡ് ചെയ്താൽ വേറൊരു നാച്ചുറൽ നമ്പറിൽ ഇട്ടുള്ളൂ. ഒരേ ഒരു നാച്ചുറൽ നമ്പറിൽ അല്ലേ കിട്ടുക, ഒരു നാച്ചുറൽ നമ്പർ കിട്ടുകയും ചെയ്യും അല്ലേ. യെസ്, ദിസ് ഇസ് എ ഫംഗ്ഷൻ ഓൺ n. അതിന് കാരണം എന്തായിരിക്കും, ബിക്കോസ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു n ദർ എക്സിസ്റ്റ് ആൻ എലിമെന്റ് 3s + 2. തന്നെ എഴുതാം, ഫോർ എവരി എക്സ് ബിലോങ്സ് ടു n എന്നാണ് നാച്ചുറൽ നമ്പർ അല്ലെ, സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിലെ ഒരു നമ്പർ. അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആഡ് ചെയ്യുമ്പം ഒരു നാച്ചുറൽ നമ്പർ കിട്ടുന്നു. അത് എന്തായാലും സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പറിലെ ഒരു എലിമെന്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എല്ലാ നമ്പേഴ്സിനും ഒരു ഇമേജ് ഉണ്ട്. അപ്പോൾ ഇതൊരു ഫംഗ്ഷനാണ്. ആൻഡ് ഇറ്റ് ഈസ് യൂണീക്ക്. ഇത് യൂണീക്കാണ്. ഒന്നിൽ കൂടുതൽ ഇമേജ് വരുന്നില്ലല്ലോ. കാരണം ഒരു നമ്പറിനെ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 2 ആഡ് ചെയ്താൽ ഒരേ ഒരു നമ്പർ കിട്ടുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 എടുത്ത് നോക്കൂ.
എക്സ് എന്ന് പറഞ്ഞാൽ 5 എടുത്താൽ 3 × 5 15 + 2 17 മാത്രമേ കിട്ടുള്ളൂ. വേറെ നമ്പറിലേക്ക് പോയില്ലല്ലോ, 17 മാത്രമേ ഉള്ളൂ. നേരത്തെ ഇപ്പോൾ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 4-നേക്കാളും വലിയ നമ്പേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അതേസമയം ഇവിടെ എക്സിന് നിങ്ങൾ 4 കൊടുക്കുകയാണെങ്കിൽ 3 × 4 12 + 2 14 മാത്രമേ ഉള്ളൂ. 15 16 അങ്ങനെയൊന്നും വരില്ലല്ലോ. അപ്പോൾ ഇതൊരു യുണീക്ക് ഇമേജ് ആണ്. അപ്പോൾ ഇത് ഫംഗ്ഷനാണ്. A relation G from n to n defined as G x, y such that ഇതും എന്നിന് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സിലെ എലിമെന്റ്സ് ആണ്. x = y². ഇത് ഫംഗ്ഷൻ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് ഫംഗ്ഷൻ ആയിരിക്കുമോ ആലോചിച്ച് നോക്കുമോ. x = y². അപ്പോൾ ഇവിടെ അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ശ്രദ്ധിക്കുക, ഇവിടെ നോക്കാം, എക്സും വൈയും നാച്ചുറൽ നമ്പറായിട്ട് വരണം. എക്സും വൈയും ഒക്കെ നാച്ചുറൽ നമ്പറായിട്ട് വരണം. എക്സ് നമ്മളൊരു വില കൊടുത്തു. അപ്പോൾ ഇങ്ങനെ സെറ്റ് ബിൽഡർ ഫോം തന്നാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എക്സിന് നിങ്ങളൊരു വില കൊടുക്കുക. എക്സിനൊരു വില കൊടുക്കുമ്പോൾ ഒരേ ഒരു വൈ വിലയെ കിട്ടാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ വൈ വിലകൾ കിട്ടുകയാണെങ്കിൽ അതെന്തല്ല, ഫംഗ്ഷൻ അല്ല. അതേപോലെ ഒരു വൈ വില കിട്ടും വേണം. ഒറ്റ വൈ വിലയും കിട്ടുന്നില്ലെങ്കിലും ഫംഗ്ഷൻ അല്ല. എക്സിന് നമ്മളൊരു വില കൊടുക്കുമ്പോൾ ഒരേ ഒരു യുണീക്ക് വൈ വാല്യൂ കിട്ടണം. നോക്കാം നമുക്ക്. x = y². x = 2. എക്സിന് 2 കൊടുക്കുക. അപ്പോൾ വൈ എന്തായിരിക്കണം, √2 ആയിരിക്കണ്ടേ. കാരണം √2ന്റെ സ്ക്വയറാണ് 2 വരുള്ളൂ. നമുക്ക് ഇങ്ങനെ ഓർഡേഡ് പാരാക്കി എഴുതുമ്പോൾ 2, √2 അത്രേ വരുള്ളൂ. കാരണം വൈൻ്റെ സ്ക്വയർ ആയിരിക്കണം എക്സ്. വൈ ആയിട്ട് വരുന്ന എലിമെന്റ് ഇവിടെ √2 ആയിരിക്കും. രണ്ടാമതായിട്ട് വരുന്ന നമ്പർ √2 ആയാലേ ശരിയാവുള്ളൂ. എന്നാലേ x 2 ആവുള്ളൂ. കാരണം എന്നാലേ ഈ റിലേഷൻ സാറ്റിസ്ഫൈ ആവുള്ളൂ. റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. x = y². അപ്പോൾ എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y = 2ന്റെ √2 ആയിരിക്കും. അപ്പോൾ ശരിയല്ലേ, √2ന്റെ സ്ക്വയർ 2. അപ്പോൾ പക്ഷേ √2 എവിടെ ഇല്ല. √2 എന്നുള്ള നമ്പർ നാച്ചുറൽ നമ്പറാണോ? അല്ലല്ലോ. √2 ഡസ് നോട്ട് ബിലോങ് ടു n, അല്ലെങ്കിൽ √2 ഈസ് നോട്ട് ആൻ എലിമെന്റ് ഓഫ് ക്യാപിറ്റൽ N. അപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ കിട്ടിയില്ലേ, 2ന് ഇവിടെ ഇമേജ് ഇല്ല കിട്ടി. മനസ്സിലായി പറഞ്ഞു, 2ന് ഇമേജ് ഇല്ല. അതുകൊണ്ട് എന്തല്ല, ഇതൊരു ഫംഗ്ഷൻ അല്ല. ദാറ്റ് ഈസ് ദ എലിമെന്റ് 2 ഹാസ് നോ ഇമേജ്. 2ന് ഇമേജ് ഇല്ല. സോ G ഈസ് നോട്ട് എ ഫംഗ്ഷൻ. Therefore G is not a function. എല്ലാ എലിമെന്റ്സും ഒരു ഇമേജ് വേണം. ഒന്നിൽ കൂടുതൽ ഇമേജ് ഉണ്ടാവാനും പാടില്ല. പക്ഷെ ഇവിടെ എക്സിന് 2 കൊടുത്തപ്പോൾ ഇമേജ് ഇല്ല. ഇനി 3 കൊടുത്താലും ഇമേജ് ഉണ്ടാവില്ല. 4 കൊടുക്കുമ്പോൾ മാത്രം ഇമേജ് ഉണ്ടാവുള്ളൂ. 4ന്റെ റൂട്ട് ഉണ്ട്. 4ന്റെ റൂട്ട് സ്ക്വയർ റൂട്ട് എത്രയാ, 2 ഉണ്ട്. 2 നാച്ചുറൽ നമ്പറാണ്. പക്ഷെ √2, √3, √5 ഒന്നും എന്തല്ല, നാച്ചുറൽ നമ്പർ അല്ല. അപ്പം പിന്നെ 2, 3, 5, 6, 7 ഇതിലൊന്നും എന്തില്ല, നമുക്ക് ഇമേജസ് ഇല്ല. പക്ഷേ നമുക്ക് ഒറ്റ എക്സാമ്പിൾ മതി. 2ന് മാത്രം ഇമേജ് ഇല്ലെങ്കിൽ തന്നെ എന്തല്ല, ഫംഗ്ഷൻ അല്ല. അതാണ് ഒരു എക്സാമ്പിൾ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ഓക്കെ, വേറെ ക്വസ്റ്റ്യൻ നോക്കാം. ഇത് നമ്മളിനി ആരോ ഡയഗ്രാം തരുന്നു. അത് ഫംഗ്ഷൻ ആണോ നോക്കാൻ. ഒരു റിലേഷൻ നിങ്ങൾക്ക് ആരോ ഡയഗ്രാം തരുന്നു. M, N 2 സെറ്റ്. ഫസ്റ്റ് സെറ്റ് M-ഉം സെക്കൻഡ് സെറ്റ് N-ഉം. M എന്ന N-ലേക്കാണ്. അതിന് H എന്നുള്ള ആണ് റിലേഷൻ്റെ പേര്. ഫംഗ്ഷൻ ആണോ നോക്കാം. 2ന്റെ ഇമേജും 6, 3ന്റെ ഇമേജും 6, 4ന്റെ ഇമേജും 6, 5ന്റെ ഇമേജും 6. ഈ റിലേഷൻ ഫംഗ്ഷൻ ആയിരിക്കുമോ? നമ്മൾ ഇത്രയും നോക്കണ്ടോ. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലിമെന്റ്സിലും സെക്കൻഡ് സെറ്റിൽ ഒരു ഇമേജ് ഉണ്ടോ നോക്കാം. ഒന്നേ കൂടുതൽ പാടില്ല. അപ്പോൾ 2ന്റെ ഒരു ഇമേജ് 6. 2ന്റെ ഇമേജാണ് 6. 2ന്റെ ഒരു ഇമേജ് അല്ലേ ഉള്ളൂ. 3യുടെ ഇമേജും 6 ആയി, 4ന്റെ ഇമേജും 6 ആയി, 5ന്റെ ഇമേജും 6 ആയി. അതുകൊണ്ട് പ്രശ്നമില്ലല്ലോ. ഇവിടെയുള്ള ഒന്നിൽ കൂടുതൽ എലിമെന്റ്സിന് ഇവിടെ സെയിം ഇമേജ് വരാം. ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ എക്സാമ്പിൾ എടുത്തത്. ഫസ്റ്റ് സെറ്റിലെ ഒന്നിൽ കൂടുതൽ എലിമെന്റ്സിന് സെക്കൻഡ് സെറ്റിൽ സെയിം ഇമേജ്, ഒരേ ഇമേജ് വരാം. അതുകൊണ്ട് പ്രശ്നമില്ല, അത് ഫംഗ്ഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെയുള്ള ഒരേ എലിമെന്റിന് 2 ഇമേജ് വരാൻ പാടില്ല. അതിപ്പോൾ 2ൽ നിന്ന് 2 ഏരോ മാർക്ക് പുറപ്പെടാൻ പാടില്ല. 2ൽ നിന്ന് ഒരേ ഒരു ഏരോ മാർക്ക് മാത്രമേ ഉള്ളൂ. 3ന്ന് വേറെ ഏരോ മാർക്ക്, 4ന് ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഏരോ മാർക്ക്, 5നും ഒരേ ഒരു ഏരോ മാർക്ക്. അതിൻ്റെ അർത്ഥം ഇവിടെയുള്ള എല്ലാ എലിമെന്റ്സിനും ഒരേ ഒരു ഇമേജ് ഉള്ളൂ. പക്ഷെ ആ ഇമേജ് എല്ലാം സെയിം ആയി പോയിന്നേ ഉള്ളൂ. അതുകൊണ്ട് പ്രശ്നമില്ല. ഇവിടെയുള്ള 2 എലിമെന്റ്സ് സെയിം ഇമേജ് വരാം. പക്ഷെ ഒരേ എലിമെന്റിന് 2 ഇമേജ് വരാൻ പാടില്ല. അത്രയൊരു കണ്ടീഷൻ. സോ ദിസ് ഈസ് എ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷൻ തന്നെയാണ്. H is a function on M because every reason നമ്മൾ എന്താ എഴുതേണ്ടത്, every element in M has a unique image in N. അത്ര എഴുതിയാൽ മതി. ഇപ്പോൾ നമ്മൾ റോസ്റ്റർ മെത്തേഡ് തന്നാലും സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാലും അതുപോലെ ആരോ ഡയഗ്രാമിൽ തന്നാലും ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യേണ്ട വിധം അറിയാലോ. ഇനി ഒരു ഗ്രാഫ് തന്നാൽ, ഒരു ഫംഗ്ഷൻ്റെ അല്ലെങ്കിൽ ഒരു റിലേഷൻ്റെ ഗ്രാഫ് തന്നാൽ നമ്മളെങ്ങനെയാണ് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ നോക്കാം. ഇത് y ആക്സിസും ഇത് x ആക്സിസ് വിചാരിച്ചോളൂ. ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടി. ഒരു റിലേഷൻ്റെ ഗ്രാഫ് വരച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ കിട്ടി. അത് ഫംഗ്ഷൻ ആണോ ചെക്ക് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക അറിയോ? നമുക്ക് ക്വസ്റ്റ്യൻ ഇതാണ്, ഡസ് ദ ഗ്രാഫ് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ ഓർ നോട്ട്? ഈ ഗ്രാഫ് ഒരു ഫംഗ്ഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. വെർട്ടിക്കൽ ലൈൻ എന്നാൽ ഈ y ആക്സിസിന് പാരലായിട്ടൊരു
ഒരു വര, അല്ലെങ്കിൽ എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ, അതാണ് വെർട്ടിക്കൽ ലൈൻ. ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ഈ ഗ്രാഫിന് നോക്കൂ, ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു, ഈ വെർട്ടിക്കൽ ലൈൻ നമുക്ക് 2 പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, കാരണം ഇവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെയും ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ മീനിങ് എന്താ? ഇതാണ് എക്സ് കോർഡിനേറ്റ്. ഇപ്പോൾ ഇത് ഫോർ എക്സാമ്പിൾ ഇത് x3 ആണ് വിചാരിച്ചോളൂ. 3യുടെ ഇമേജ് ഇവിടെ y കോർഡിനേറ്റ് എത്ര വരും? ഞാൻ ഇവിടെ അറിയപ്പെടുത്തിയില്ല. y കോർഡിനേറ്റ് 2 ആണ് ചോദിച്ചു. അപ്പം ഇവിടെ 2ഉം ഇത് 5 വിചാരിച്ചു. അപ്പോൾ 3ക്ക് 2 ഇമേജ് വന്നു പോയി, 2ഉം വന്നു 5ഉം വന്നു. കണ്ടോ? ഇതിന് നേരെ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ ഇവിടെ കിട്ടുമല്ലോ, 5ഉം. അപ്പോൾ ഈ പോയിന്റ് നേരെ ഇങ്ങോട്ട് വരച്ച് കഴിഞ്ഞാൽ നമ്പർ 2 ആണ് വിചാരിച്ചു. ഇവിടെ എക്സിന്റെ വാല്യൂ 3 ആണ്. അപ്പോൾ 3യുടെ ഇമേജ് 3,2 വരും, 3,5. അപ്പോൾ 3ക്ക് 2 ഇമേജ് വന്നു. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? എന്താ? ഇതൊരു ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചാലും ഒരേ ഒരു പോയിന്റിൽ മാത്രമേ മീറ്റ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ഗ്രാഫ് തന്നാൽ നമ്മൾ അത് ഫംഗ്ഷൻ്റെ ഗ്രാഫാണോ അല്ലോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക. അതിന് മുകളിൽ കൂടെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഒരേ ഒരു പോയിന്റിൽ മാത്രം ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂവെങ്കിൽ അത് ഫംഗ്ഷൻ ആയിരിക്കും. അതല്ല ഒന്നിൽ കൂടുതൽ പോയിന്റ്സിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? ഇപ്പം അതാണ് കണ്ടീഷൻ. ഇഫ് എനി വെർട്ടിക്കൽ ലൈൻ ഇന്റർസെക്ട്സ് the graph more than one point, then the graph does not represent a function. കേട്ടോ, പോയിന്റ് ശ്രദ്ധിക്കാം. നമുക്ക് ഇത് ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യോ? ഇല്ല. എലിപ്സ്, അതുപോലെ സർക്കിള്, അതുപോലെ ഇങ്ങനത്തെ ഗ്രാഫ് ഒന്നും ഒരു ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. കാരണം എന്താ? ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ അവിടെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്, ഇവിടെ 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നോക്കൂ, ഇങ്ങനെ വരച്ചാലോ ഇതൊരു ഗ്രാഫിനെ ഫംഗ്ഷൻ റെപ്രസെന്റ് ചെയ്യും. ഏത് വെർട്ടിക്കൽ ലൈൻ വരച്ചാലും ഒരേ ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുള്ളൂ. കേട്ടോ, ഇതൊക്കെ ഈ ഗ്രാഫുകളൊക്കെ തന്നെ ഫംഗ്ഷൻ ആയിരിക്കും. ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് നോക്കുക, ഈ വെർട്ടിക്കൽ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് ഇവിടെ നേരത്തെ ഗ്രാഫ് നമുക്ക് 2 പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ വെർട്ടിക്കൽ ലൈൻ വരച്ചപ്പം ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുന്നുള്ളൂ. ഇപ്പോൾ എവിടെ വരച്ചാലും ശരി, ഈ ലൈൻ നോക്കി ഇങ്ങനെ എവിടെ വരച്ചാലും ശരി ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഈ ഗ്രാഫ് അതെ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ കട്ട് ചെയ്യുള്ളൂ. ഇവിടെ അതെ ഒരു വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഒരേ ഒരു പോയിന്റിൽ മാത്രമേ ഇന്റർസെക്ട് ചെയ്യുന്നുള്ളൂ. മനസ്സിലായല്ലോ? അപ്പോൾ ഇംഗ്ലീഷ് ആൽഫബറ്റിൽ ഇപ്പോൾ U, അതുപോലെ V, M, N ഇതൊക്കെ തന്നെ എന്ത് ചെയ്യും? ഗ്രാഫിനെ റെപ്രസെന്റ് ചെയ്യും. അതേസമയം C, D, B ഇതൊന്നും എന്ത് ചെയ്യില്ല? ഗ്രാഫിനെ ഫംഗ്ഷനെ റെപ്രസെന്റ് ചെയ്യില്ല. ഓക്കെ, ഇപ്പം നമ്മൾ ഇത്രയാണ് പഠിച്ചത്. ഒരു റിലേഷൻ എൻ്റെ ഡൊമെയിൻ, റേഞ്ച്, റിലേഷൻ എപ്പോഴാണ് ഫംഗ്ഷൻ ആവുന്നത് ഒന്നുകൂടെ പറയാം. ഫസ്റ്റ് സെറ്റിലെ എല്ലാ എലിമെന്റ്സിലും സെക്കൻഡ് സെറ്റിൽ ഒരേ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ ആ റിലേഷനാണ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ഫംഗ്ഷന്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് അപ്പം ഫസ്റ്റ് സെറ്റിനിരിക്കും. ഏത് സെറ്റിൽ നിന്ന് ഏത് സെറ്റിലേക്കാണോ ആ ഫസ്റ്റ് സെറ്റ് ആയിരിക്കും ആ ഫംഗ്ഷന്റെ ഡൊമെയിൻ. പിന്നെ സെക്കൻഡ് സെറ്റ് കോഡൊമെയിൻ്റെ സബ്സെറ്റ് ആവും. കോഡൊമെയിൻ തന്നെയാവണമെന്നില്ല, കോഡൊമെയിൻ്റെ സബ്സെറ്റ് ആയാലും മതി. പിന്നെ നമ്മൾ ഒരു റിലേഷൻ ഏത് രീതിയിൽ തന്നാലും, റോസ്റ്റർ മെത്തേഡ് തന്നാലും, സെറ്റ് ബിൽഡർ ഫോമിൽ തന്നാലും, അല്ലെങ്കിൽ ആരോ ഡയഗ്രാം തന്നാലോ ഗ്രാഫിൽ തന്നാലോ ഒക്കെ ഫംഗ്ഷൻ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട വിധമാണ് മനസ്സിലാക്കിയത്. മനസ്സിലായല്ലോ? ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ. ബാക്കി അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ.